This video is sponsored by SBO Digital Marketing. More details in description number contact here. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. Instagram, Facebook பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പരിപ്പ് പ്രഥമ നമുക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയർ പരിപ്പാണല്ലോ. ഞാനിവിടെ ഒരു 1/4 കിലോ പരിപ്പ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് കഴുകുന്നത്. ഇച്ചിരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കളർ മാറിയത് കണ്ടാൽ മനസ്സിലാവും. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ ആ പ്രഥമൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ട് വന്നിട്ടുണ്ടാവും, പരിപ്പ് മൂത്തതിൻ്റെ സ്മെല്ല്. ഇനി നമുക്കിതൊന്ന് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. കഴുകി വൃത്തിയതിന് ശേഷം ഞാൻ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാണ് ഞാൻ വയ്ക്കുന്നത്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മണ്ടവെല്ലമാണ്. ഇതിനാകുമ്പം കുറച്ച് നല്ല കളറും ഉണ്ടാവും. മറ്റേ ശർക്കര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര കളറ് കാണത്തില്ല. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഒരേ വിസിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. കുറച്ച് വീതിയുള്ള പാത്രമായിരിക്കും നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പം. അതുകൊണ്ട് ഞാൻ പാത്രം അങ്ങോട്ട് മാറ്റി. ഇനി ഇത് ശർക്കരക്കകത്ത് കിടന്നത് നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിന് വേണ്ട തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നെയ്ക്കകത്ത് മൂപ്പിച്ചെടുത്തു. ആ സമയം കൊണ്ട് ഇത് നെയ്ക്കകത്ത് മൂക്കാൻ കുറേ സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് അത് അവിടെ മൂപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഈ പ്രഥമൻ്റെ പ്രധാന ഒരു ഐറ്റം ആണല്ലോ ഈ തേങ്ങാക്കൊത്ത്. അതിങ്ങനെ നെയ്ക്കകത്ത് മൂത്ത് ഇങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല കടിച്ച് തിന്നാനായിട്ട് തോന്നും നമുക്ക്. ഇനി നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി ചുക്ക് പൊടിച്ചത് ഒരു പ്രധാന ഐറ്റമാണ്. അതിനകത്ത് ഇച്ചിരി ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുന്നുണ്ട്. ഇപ്പോൾ 1ാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂപ്പിച്ചെടുത്തത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ പ്രഥമൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കല്യാണ വീട്ടിൽ മാത്രം കഴിക്കുന്ന പ്രഥമൻ നമുക്ക് വീട്ടിലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്. അപ്പം നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.